നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കാണാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആ ഒഫീഷ്യൽ ലാംഗ്വേജിനകത്ത് തന്നെ കുറച്ച് സബ് ഡിവിഷൻസ് ആയിട്ട് ഒഫീഷ്യൽ ലാംഗ്വേജ്, അതുപോലെ റീജിയണൽ ലാംഗ്വേജ്, സുപ്രീം കോടതി, ഹൈക്കോടതിയുടെ ലാംഗ്വേജ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതെല്ലാം നമുക്ക് ഒറ്റ ക്ലാസ്സിൽ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഡിഗ്രി ലെവൽ മെയിൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് തന്നെ പഠിക്കുക. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. ആ ഡീറ്റെയിൽനെസ്സോട് കൂടി തന്നെ നിങ്ങൾ പഠിച്ചു പോകണം കേട്ടോ. അല്ലെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനമില്ല. പഠിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു, എന്നാൽ പ്രയോജനം ഇല്ലാത്ത ഒരു രീതിയിലേക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലേക്കായിരിക്കും നമ്മൾ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുക. അതുകൊണ്ട് ഒരു കാര്യത്തെ പറ്റി പഠിക്കുമ്പോൾ മാക്സിമം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഒഫീഷ്യൽ ലാംഗ്വേജ്. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ലാംഗ്വേജസ് ഓഫ് ദി യൂണിയൻ എന്ന് പറയുന്ന സെക്ഷൻ മാത്രമാണ്. അത് തന്നെ കുറച്ച് ഏറെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സെക്ഷനിൽ ഇരുന്ന് നിർത്തുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ റീജിയണൽ ലാംഗ്വേജും അതിൻ്റെ അടുത്ത് സുപ്രീം കോടതി, ഹൈക്കോടതിയുടേത്, സ്പെഷ്യൽ ഡയറക്റ്റീവ്സ്, അങ്ങനെയായിരിക്കും തീർക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. കോൺസ്റ്റിറ്റ്യൂഷനിലെ എട്ടാമത്തെ ഷെഡ്യൂളിൽ 17ാമത്തെ പാർട്ട്, 8ാമത്തെ ഷെഡ്യൂളിൽ 17ാമത്തെ പാർട്ടാണ് ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റിയിട്ട് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ 8ാമത്തെ ഷെഡ്യൂളിൽ 17ാമത്തെ പാർട്ടിലാണ് ഒഫീഷ്യൽ ലാംഗ്വേജസിനെ പറ്റിയിട്ട് പറയുന്നത്. ആർട്ടിക്കിൾ 343 മുതൽ 351 വരെയാണ് ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റിയിട്ട് പരാമർശിക്കുന്ന ആർട്ടിക്കിൾസ്. മനസ്സിലായോ? 8ാമത്തെ ഷെഡ്യൂള്, 17ാമത്തെ പാർട്ട്, അതുപോലെ തന്നെ 343 മുതൽ 351 ആർട്ടിക്കിൾ വരെ എന്തിനെ പറ്റിയിട്ട് പരാമർശിക്കുന്നു? ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റിയിട്ട് പരാമർശിക്കുന്നു. ഇറ്റ്സ് പ്രൊവിഷൻസ് ആർ ഡിവൈഡഡ് ഇൻടു 4 ഹെഡ്സ്. 4ആയിട്ടാണ് ഇതിൻ്റെ പ്രൊവിഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മളോട് ചോദിക്കത്തില്ലേ ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഹിന്ദി എന്ന് പറയും, അല്ലേ? അപ്പം ചിലർ പറയും ഇന്ത്യക്ക് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ഇല്ല എന്ന്. അപ്പം അത് ഏതാണ് കറക്റ്റ്? ഇത് ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ് കഴിയുമ്പം, അതായത് ഈ ഒരു സെക്ഷൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇറ്റ്സ് പ്രൊവിഷൻസ് ആർ ഡിവൈഡഡ് ഇൻടു 4 ഹെഡ്സ്. 4ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജസിനെ. ഒന്ന്, ലാംഗ്വേജ് ഓഫ് ദി യൂണിയൻ, യൂണിയന്റെ ലാംഗ്വേജിനെ പറ്റി പറയുന്നുണ്ട്. 2, റീജിയണൽ ലാംഗ്വേജസിനെ പറ്റി പറയുന്നുണ്ട്. 3, ലാംഗ്വേജ് ഓഫ് ദി ജുഡീഷ്യറി ആൻഡ് ടെക്സ്റ്റ് ഓഫ് ലോസ്, അതിനെ പറ്റിയിട്ട്. അതുപോലെ സ്പെഷ്യൽ ഡയറക്റ്റീവ്സ്. ഇങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനെ പരാമർശിക്കുന്നത്? നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജിനെ പരാമർശിക്കുന്നത്. ഏതൊക്കെയാണ്? യൂണിയന്റെ ലാംഗ്വേജ്, അതിനെപ്പറ്റി നമ്മളിപ്പോൾ പറയും. അതിനുശേഷം പിന്നെ പഠിക്കാൻ പോകുന്നത് റീജിയണൽ ലാംഗ്വേജ്. നമ്മൾ കേട്ടിട്ടുണ്ട് റീജിയണൽ ലാംഗ്വേജ്. മലയാളം ഒരു റീജിയണൽ ലാംഗ്വേജ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു റീജിയൻ ഫോളോ ചെയ്യുന്ന ലാംഗ്വേജ് ആണ്, അല്ലേ? ഓരോ പർട്ടിക്കുലർ റീജിയനിലെ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയാണ് റീജിയണൽ ലാംഗ്വേജ്. നെക്സ്റ്റ് വരുന്നത് ലാംഗ്വേജസ് ഓഫ് ദി ജുഡീഷ്യറി. നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ളതുപോലെ തന്നെ ജുഡീഷ്യറിയുടെ, സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും, അതുപോലെ നിയമപരമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളുടെ ലോസിൻ്റെ ഒക്കെ ലാംഗ്വേജസിനെ പറ്റിയിട്ടും, കൂടാതെ സ്പെഷ്യൽ ഡയറക്റ്റീവ്സ്. ഈ സ്പെഷ്യൽ ഡയറക്റ്റീവ്സിൻ്റെ അണ്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ: ഒന്ന്, ഹിന്ദി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത. 2, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് കുറച്ച് ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്പെഷ്യൽ ഡയറക്റ്റീവ്സിനകത്ത് പരാമർശിക്കുന്ന കാര്യം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ലാംഗ്വേജ് ഓഫ് ദി യൂണിയനെ പറ്റിയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഏതാണ്? പാർട്ട് 17 ആണെന്നും 8ാമത്തെ ഷെഡ്യൂള് 343 മുതൽ 351 വരെയാണ് ഒഫീഷ്യൽ ലാംഗ്വേജസിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ് എന്നും ഈ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിനെ എന്നും മനസ്സിലാക്കി വെച്ചല്ലോ. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ലാംഗ്വേജ് ഓഫ് ദി യൂണിയൻ ആണ് ആദ്യം പറയാൻ പോകുന്നത്. 5 പോയിന്റ്സ് ആണുള്ളത്. 2 പോയിന്റ്സ് എഴുതാനേ ഇവിടെ സ്ഥലം കിട്ടിയുള്ളൂ. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ഒരു അക്ഷരം കാണാൻ വയ്യ എന്നുള്ളൊരു പരാതി വരും. അത് ഞാൻ സൂം ചെയ്ത് ഉറപ്പായിട്ടും കാണിക്കാം. നമ്മുടെ ഒരു ക്ലാസ്സിനകത്ത് ഫ്ലോയിൽ പോകണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ ചെറിയ അക്ഷരത്തിൽ എഴുതിയേ പറ്റൂ. ഇപ്പം തന്നെ ഈ 2 പോയിന്റ്സ് മാത്രമല്ല ഇവിടെ തികഞ്ഞുള്ളൂ. അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ സൂം ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ട് എഴുതി എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം ലാംഗ്വേജ് ഓഫ് ദി യൂണിയൻ. അപ്പോൾ ശ്രദ്ധിക്കുക, 1ാമത്തെ പോയിന്റ് നോക്കാം. ഹിന്ദി റിട്ടൺ ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ്, പേര് എടുത്ത് വെക്കാം. ദേവനാഗരി സ്ക്രിപ്റ്റ് ഈസ് ടു ബി ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദി യൂണിയൻ. അപ്പം യൂണിയന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദിയാണ്. ഏത് സ്ക്രിപ്റ്റിൽ പെടുന്ന ഭാഷയാണ് ഹിന്ദി? ദേവനാഗരി സ്ക്രിപ്റ്റിൽ പെടുന്ന ഭാഷയായ ഹിന്ദിയാണ് യൂണിയന്റെ ഒഫീഷ്യൽ ഭാഷ എന്ന് പറയുന്നത്. But the form of numerals to be used for the official purpose of the union has to be the international form of Indian numerals and not the Devanagari form of numerals. അതായത്
നമ്മുടെ ഒഫീഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഹിന്ദിയിലെ ന്യൂമറൽസ് ഒരിക്കലും നമ്മൾ ദേവനാഗരി സ്ക്രിപ്റ്റിലെ ആയിരിക്കരുത് ഉപയോഗിക്കുന്നത്. അത് എന്തായിരിക്കണം? ഇന്റർനാഷണൽ ഫോം ഓഫ് ഇന്ത്യൻ ന്യൂമറൽസ് ആയിരിക്കണം ആ സമയത്ത് യൂസ് ചെയ്യേണ്ടത്. അതായത് യൂണിയന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ദേവനാഗരി ഭാഷയിലുള്ള അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലുള്ള ഹിന്ദി ആയിരിക്കും. സെക്കൻഡ് പോയിന്റ് നോക്കുക. However, for a period of 15 years from the commencement of the Constitution നിലവിൽ വന്നതിന് ശേഷം 15 വർഷങ്ങൾക്ക് ശേഷം 1950 അതിനുശേഷം 15 എന്ന് പറയുമ്പോൾ 1965 ആണല്ലോ. however, for a period of 15 years from the commencement of the Constitution, the English language would continue, important point ആണ്, to be used for all the official purpose of the Union for which it was being before 1950. അപ്പം അതിനു മുമ്പ്, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുമ്പ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് ഫോളോ ചെയ്തു വന്നിരുന്നു. അതിന് ശേഷവും, അതായത് 1950 തൊട്ട് 1965 വരെയുള്ള 15 വർഷക്കാലവും എന്തുപയോഗിക്കാം? ഇംഗ്ലീഷ് വേണമെങ്കിലും യൂണിയന് ചില പർപ്പസിനായിട്ട് എന്തുപയോഗിക്കാം? ഇംഗ്ലീഷും ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള പ്രൊവിഷനും എന്തിനകത്ത് പറയുന്നുണ്ട്? ലാംഗ്വേജ് ഓഫ് ദി യൂണിയൻ എന്ന് പറയുന്ന സെക്ഷൻ അത് കോൺസ്റ്റിറ്റ്യൂഷൻ പരാമർശിക്കുന്നുണ്ട്. 2 പോയിന്റ്സ് പഠിച്ചല്ലോ. 15 വർഷത്തേക്ക് ഇംഗ്ലീഷും എന്തുപയോഗിക്കാം? ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യാം. ദേവനാഗരി സ്ക്രിപ്റ്റിൽപ്പെട്ട ഹിന്ദിയാണ് എവിടുത്തെ ഭാഷ? നമ്മുടെ യൂണിയന്റെ ഒഫീഷ്യൽ ഭാഷയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2 പോയിന്റിനകത്ത് ഒരു സംശയമില്ലല്ലോ. ബാക്കി കുറച്ച് പോയിന്റ്സ് കൂടെ ഉണ്ട്, നെക്സ്റ്റ് നോക്കാം. അതിന് മുമ്പ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് 5ാമത്തെ പോയിന്റ് ആണ്, ശ്രദ്ധിച്ചു നോക്കുക. ഈവൻ ആഫ്റ്റർ 15 years ദ പാർലമെന്റ് മേ പ്രൊവൈഡ് ഫോർ ദ കണ്ടിന്യൂഡ് യൂസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫോർ ദി സ്പെസിഫൈഡ് പർപ്പസ്. അതായത് 15 വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു. അതിനുശേഷമുള്ള 15 വർഷത്തിന് ശേഷം എന്ത് ചെയ്യാം? പാർലമെന്റ് മേ പ്രൊവൈഡ് ഫോർ ദ കണ്ടിന്യൂഡ് യൂസ് ഓഫ് ഇംഗ്ലീഷ്. പാർലമെന്റിന് വേണമെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യാം എന്തെങ്കിലും സ്പെസിഫൈഡ് പർപ്പസിനായിട്ട്. അതും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 6ാമത്തെ റൂൾ എന്തായിരുന്നു? അറ്റ് ദി എൻഡ് ഓഫ് 5 years, 5 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1950 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു. അതിന് ശേഷം 5 വർഷം എന്ന് പറയുമ്പോൾ 1985 ആണല്ലോ. അന്ന് എഗെയിൻ ദ എൻഡ് ഓഫ് 10 years, അതിനുശേഷം 10ാമത്തെ വർഷം, 1955 കഴിഞ്ഞാൽ 10ാമത്തെ വർഷം 60ലും ഫ്രം ദ കമൻസ്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ 1950, 55 അതിനുശേഷം 60ലും എന്ത് ചെയ്യാം? ദ പ്രസിഡന്റ് ഷുഡ് അപ്പോയിന്റ് എ കമ്മീഷൻ ടു മേക്ക് ദ റെക്കമെൻഡേഷൻ വിത്ത് റിഗാർഡ് ടു ദ പ്രോഗ്രസീവ് യൂസ് ഓഫ് ഹിന്ദി ലാംഗ്വേജ്, റെസ്ട്രിക്ഷൻസ് ഓൺ ദ യൂസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് അതർ റെസ്ട്രിക്റ്റഡ് ഇഷ്യൂസ്, റിലേറ്റഡ് ഇഷ്യൂസ്. അപ്പൊ എന്ത് ചെയ്യാം? 5 വർഷത്തിന് ശേഷം 1955ലും 60നും പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? ഇതിനെ പറ്റിയിട്ട് പഠിക്കാൻ. എന്തിനെ പറ്റിയിട്ട് പഠിക്കാൻ? ഹിന്ദി ലാംഗ്വേജിന്റെ പ്രോഗ്രസിനെ പറ്റിയിട്ട് പഠിക്കാനും അതുപോലെ റെസ്ട്രിക്ഷൻസ് ഓൺ ദ വ്യൂസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 15 വർഷത്തേക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനും അതർ റിലേറ്റഡ് ഇഷ്യൂസിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ ആർക്ക് അപ്പോയിന്റ് ചെയ്യാം? പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്യാം. അപ്പൊ എന്തായാലും കമ്മീഷൻ എന്ത് ചെയ്യും? അവരൊരു റിപ്പോർട്ട് കൊണ്ടുവന്ന് വെക്കും, അല്ലെ? റെക്കമെൻഡേഷൻസ് ഉൾപ്പെടുന്ന ഒരു റിപ്പോർട്ട് വെക്കും. അപ്പൊ ഈ റിപ്പോർട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ആരെ നിയമിച്ചിട്ടുണ്ട്? ഒരു കമ്മിറ്റിയെ നിയമിക്കാം. അതും പ്രസിഡന്റിന് ചെയ്യാവുന്നതാണ്. എ കമ്മിറ്റി ഓഫ് പാർലമെന്റ് ഈസ് ടു ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു എക്സാമിൻ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദി കമ്മീഷൻ ആൻഡ് ടു ദ റിപ്പോർട്ട് ഇറ്റ്സ് വേരിയസ് വ്യൂസ് ഓൺ ദം ടു ദി പ്രസിഡന്റ്. അതായത് കമ്മീഷൻ വെച്ച റിപ്പോർട്ടിനെ പറ്റിയിട്ട് പഠിക്കാനും ആ റെക്കമെൻഡേഷൻസ് എക്സാമിൻ ചെയ്തിട്ട് പ്രസിഡന്റിനോട് നിർദ്ദേശിക്കാനും ഒക്കെ ഒരു കമ്മിറ്റിയെ, പാർലമെന്റിന്റെ കമ്മിറ്റിയെയും ആർക്ക് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്നല്ല, പ്രസിഡന്റിന് അപ്പോയിന്റ് ചെയ്യാം. അങ്ങനെ ഒരു കമ്മിറ്റിയും നിലവിൽ വരും. മനസ്സിലാവുന്നുണ്ടോ? 5 പോയിന്റ്സ് ആണ് അപ്പം ലാംഗ്വേജ് ഓഫ് ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദി യൂണിയനുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഈ 5 പോയിന്റ്സ് മറന്നു പോകരുത്. സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഏത് പോയിന്റിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് 1955
പ്രസിഡന്റ് ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ കമ്മീഷൻ ആരുടെ ചെയർമാൻഷിപ്പിലായിരുന്നുവെന്നും അവർ റിപ്പോർട്ട് വരച്ച വർഷവും പഠിച്ചിരിക്കണം. 1955 പ്രസിഡന്റ് അപ്പോയിന്റഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് കമ്മീഷൻ ബൈ ദി ചെയർമാൻഷിപ്പ് ഓഫ് ബി ജി ഖേറിന്റെ ചെയർമാൻഷിപ്പോട് കൂടിയിട്ടാണ് ആദ്യത്തെ എന്ത് വന്നത്, ഒഫീഷ്യൽ ലാംഗ്വേജ് കമ്മീഷൻ പ്രസിഡന്റിനെ നിയമിച്ചത്. ഇവര് 1956 റിപ്പോർട്ട് സമർപ്പിച്ചു, റെക്കമെൻഡേഷൻസുമായിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചു. 1957 ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ആരുണ്ട്, ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, ആ കമ്മിറ്റിയുടെ ചെയർമാൻ ഗോവിന്ദ് വല്ലഭ് പന്ത് ആയിരുന്നു. അതുകൂടെ പഠിച്ചു വയ്ക്കുക. ഇവര് 1957 ഇത് പഠിച്ചത്. എന്ത്, റെക്കമെൻഡേഷൻസ് പഠിച്ചിട്ട് റിപ്പോർട്ട് വെക്കുന്നത് ആര്, കമ്മിറ്റി. അപ്പൊ കമ്മിറ്റി കമ്മീഷനും തെറ്റിപ്പോവരുത്. കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് പഠിച്ച് പ്രസിഡന്റിനോട് അവതരിപ്പിക്കുന്ന ആൾക്കാരാണ് ആര്, കമ്മിറ്റി. അത് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിയമിച്ചിരിക്കുന്നതാണ് പാർലമെന്റിന്റെ കമ്മിറ്റി. ആ രണ്ട് ആൾക്കാരുടെ കാര്യം ഓർത്തു വെച്ചേക്കാം. പിന്നീട് പറയുന്നത് നമ്മൾ പറഞ്ഞു 15 വർഷത്തേക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലെ, ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് 15 വർഷത്തേക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒഫീഷ്യലി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ 1960 ആകുമ്പോഴേക്കും 5ാമത്തെ വർഷം വെച്ചു. 60 ആകുമ്പോൾ പിന്നെയും ഒരു കമ്മീഷനെ വെക്കണമല്ലോ, എന്നാൽ കമ്മീഷനെ വെച്ചില്ല. അത് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുവാണെങ്കിൽ അത് തെറ്റാണ്. കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തില്ല. 1960 കമ്മീഷൻ വാസ് നോട്ട് അപ്പോയിന്റഡ്. അതിന് പകരം 1963 ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് ഇനാക്റ്റഡ് ആയി. ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് വന്നത് 1963 ഈ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ടിൽ പറയുന്നത് ഇനി ടൈം ലിമിറ്റ് ഒന്നുമില്ലാതെ തന്നെ 15 വർഷമെന്നല്ല, ഇനി ടൈം ലിമിറ്റ് ഒന്നുമില്ലാതെ നമുക്ക് ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് യൂണിയനിലോ അല്ലെങ്കിൽ പാർലമെന്റിന്റെ ബിസിനസ് കാര്യങ്ങൾക്കോ അങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാമെന്ന് 1963 ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ടിൽ നിയമമായി. അതിനുശേഷം ഇത് അമെൻഡ് ചെയ്ത വർഷം ചോദിക്കാം. ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് അമെൻഡ് ചെയ്ത വർഷം 1967 കൂടെ ഓർത്തു വെച്ചേക്കുക. അപ്പൊ അവിടെ വരുന്നൊരു കാര്യം ശ്രദ്ധിക്കുക, 1967 അമെൻഡ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതുവരെ വേണമെങ്കിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞെടുത്ത് 67 അമെൻഡ് ചെയ്തെടുത്ത് ചില കേസുകളിൽ കമ്പൽസറി ആയിട്ടും ഇംഗ്ലീഷ് ഉപയോഗിക്കണം എന്നുള്ളൊരു രീതി കൂടി 1967 ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് അമെൻഡ് ചെയ്തപ്പം നിയമമായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ യൂണിയൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് മാത്രമാണ് പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിച്ചാൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ മാത്രമായിരിക്കും നമ്മൾ റീജിയണൽ ലാംഗ്വേജ് അതുപോലെ ജുഡീഷ്യറിയുടെ ലാംഗ്വേജിനെ പറ്റിയിട്ടും എല്ലാം പറയാൻ പോകുന്നത്. അപ്പോൾ വേണ്ടവർക്ക് ഇത് നോട്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം.